നവംബർ 10-ാം തീയതി മാധ്യമങ്ങളിൽ വന്ന രണ്ട് വാർത്തകൾ, ഒന്ന് മനോരമയിലും മറ്റൊന്ന് മാതൃഭൂമിയിലും. മനോരമയിൽ വന്ന വാർത്ത ഇതാണ്: മന്ത്രിയുടെ വാഹനത്തിൽ കാറിടിച്ച അപകടം, ഡ്രൈവർക്കെതിരെ പോലീസ് കേസ്. ഇതാണ് ഹെഡിങ്. ഇനി മാതൃഭൂമിയിൽ വന്ന വാർത്ത നോക്കാം. ആ വാർത്തയുടെ ഹെഡിങ് തികച്ചും വ്യത്യസ്തമാണ്. ധനമന്ത്രിയുടെ വാഹനത്തിൽ ഇടിച്ച കാറിന്റെ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി. ഇതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. അതായത് മാതൃഭൂമിയിലും മനോരമയിലും വന്ന ഈ രണ്ട് വാർത്തകളും ഒരു വാർത്ത തന്നെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാൽ ആ ഒരു വാർത്തയ്ക്ക് രണ്ട് മാധ്യമങ്ങളും നൽകിയിരിക്കുന്ന തലക്കെട്ടുകളൊന്ന് നോക്കണം. മന്ത്രിയുടെ വാഹനത്തിൽ കാർ ഇടിച്ച് അപകടം, ഡ്രൈവർക്കെതിരെ പോലീസ് കേസ് എന്നുള്ളതാണ് മലയാള മനോരമ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ഈ തലക്കെട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് മന്ത്രിയുടെ വാഹനത്തിൽ കാർ കൊണ്ടുവന്ന് ഇടിച്ചതിന്, അല്ലെങ്കിൽ മന്ത്രിയുടെ വാഹനം ആ കാറിൽ ചെന്ന് ഇടിച്ചതിന് ആ കാറിന്റെ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ്. മന്ത്രി ആ ഡ്രൈവറോട് ക്ഷമിക്കാൻ തയ്യാറായില്ലെന്ന് വാർത്ത വായിക്കുന്നവർക്ക് തോന്നിപ്പോകും. എന്നാൽ അതേ വാർത്ത മാതൃഭൂമിയിൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ധനമന്ത്രിയുടെ വാഹനത്തിൽ വന്നിടിച്ച കാറിന്റെ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നും അതിൻ്റെ പേരിൽ അയാൾക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുമാണ്. ഒരേ വാർത്തകളെ രണ്ടു മാധ്യമങ്ങളും നൽകിയിരിക്കുന്ന ആ ഒരു രീതി നമ്മളെ ഞെട്ടിപ്പിക്കുന്നു എന്നതിലുപരി മറ്റൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനോരമയ്ക്ക് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഇത്രത്തോളം വിരോധം? അല്ലെങ്കിൽ പിന്നെ മന്ത്രി ഒരു CPM പാർട്ടിക്കാരനാണെന്നുള്ളത് കൊണ്ട് മനോരമ ഇത്തരത്തിലൊരു ഹെഡിങ് നൽകേണ്ടതുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ മന്ത്രി KN ബാലഗോപാലിനെതിരെയുള്ള മനോരമ വാർത്തയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള മനോരമ വാർത്തയാണ്. സ്വാഭാവികമായും മനോരമയ്ക്ക് എന്തുകൊണ്ട് CPMനോട് ഇത്രത്തോളം വിരോധം എന്ന ചോദ്യം ഉയരുമ്പോൾ അതിനുത്തരമായി മുൻ മാധ്യമപ്രവർത്തകനും ഇപ്പോൾ CPM നേതാവുമായ നികേഷ് കുമാർ ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. നികേഷ് കുമാറിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മനോരമയുടെ മനസ്സിൽ CPMനെതിരെ നിൽക്കുന്ന വിരോധത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന്. അതിനൊപ്പം തന്നെ നികേഷ് കുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശരത്തും കൂടി കേരളത്തിലെ CPM വിരുദ്ധ മാധ്യമ പ്രവർത്തനത്തിന്റെ യാഥാർത്ഥ്യം കൂടി തുറന്നു പറയുന്നുണ്ട്. ശബരിമലയിലെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ ഈ വർഗീയത പറയുന്ന കേരളത്തിലെ ഒരു കാരണവുമില്ലാതെ, ഒരരക്ഷിതാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടോ ഒന്നും ആവശ്യമില്ലാതെ കേരളത്തിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നത്ര വിഷം പറയുന്ന സമുദായ നേതാവ് വന്നത് ആരുടെ കാറിലാണ്? വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ? ചെയ്തു. അതേസമയം പന്തളത്ത് മുമ്പ് പറഞ്ഞ അപരമത വിദ്വേഷത്തിന്റെ മാരകമായ വെർഷൻ നമ്മൾ കണ്ടിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു. പന്തളത്ത് വിശ്വാസവും വർഗീയതയും കൃത്യമായി ഇതാ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പന്തളം അനുഭവം നൽകിയിട്ട് അതിനെ തിരുത്തിക്കുന്ന ഒരു ശക്തിയായി കേരളത്തിലെ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടോ? വളരെ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞത് കൊടുക്കുന്നു. പിറ്റേ ദിവസം വീണ്ടും പോയി ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ കേസെടുത്തപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നതാണ്, ഇത് അതിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കുകയാണോ? ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇതാണോ കേരളത്തിന്റെ മാധ്യമ പാരമ്പര്യം എന്നാണ് എൻ്റെ ചോദ്യം. ഇത്തരം സമൂഹത്തിന് അപകടകരമായ പ്രവണത വരുമ്പോൾ അതിനെ അടക്കം ഒറ്റപ്പെടുത്താൻ കഴിയുന്ന ശക്തിയുള്ള നാവായി കേരളത്തിന്റെ മാധ്യമങ്ങൾ, മുമ്പ് ശ്രീ നികേഷ് കുമാർ പറഞ്ഞതുപോലെ, നമ്മൾക്ക് മുമ്പ് സഞ്ചരിച്ചവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ അത് കഴിയുന്നില്ല. വളരെ സ്വാഭാവികമായി ഉത്തരേന്ത്യയിൽ കാണുന്ന പോലുള്ള ഇത്തരം കൊടിയ വർഗീയ വിഷനാവുകളെ സാമാന്യവൽക്കരിക്കാൻ, പ്രതികരണങ്ങളാക്കാൻ കഴിയുന്നു. അതേസമയം കൗണ്ടർ പോയിന്റ് സമയം എത്രമാത്രം ചെലവഴിച്ചു ഷാനി പറയും, ചെയ്തിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയാം, പന്തളം അപകടകരമായ വെർഷനാണ് കേരളത്തിൽ. ശബരിമലയെ സംബന്ധിച്ച് വിശ്വാസത്തെയും വർഗീയതയും എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് പന്തളം ഒരു ലെസണായി. എത്രമാത്രം ആവേശത്തോടെ പമ്പയിലെ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സാന്ദർഭികമായി എന്റെ സഹപ്രവർത്തകയാണ് ഷീജ ഇവിടെ ഷാനി പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറയാം, അത് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. അന്ന് റിപ്പോർട്ട് ചെയ്ത് വൈകിട്ട് 8 മണിക്ക് പമ്പ ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്നു ഒഴിഞ്ഞ കസേരകൾ എന്ന് പറഞ്ഞ ചില കാർഡുകൾ. അതിനെതിരെ അല്ലെങ്കിൽ അതിനു ബദലായി വളരെ ശക്തവും സത്യസന്ധവുമായ റീലുകളും വീഡിയോകളും കൊടുത്ത സ്ഥാപനത്തിന്റെ പേര് കൈരളി ന്യൂസ് എന്നാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, ഷാനിയുടെ സഹപ്രവർത്തകനായിട്ടുള്ള എന്റെ കൂടെ സുഹൃത്ത് പറയാണ്, ഞാൻ മുമ്പിൽ നിന്നും പിറകിൽ നിന്നും ഒക്കെ കണ്ടപ്പോൾ ആളിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അയ്യപ്പ സംഗമത്തെക്കുറിച്ച് കള്ളപ്രചാരം നടക്കുന്നതെന്നാണല്ലോ സർക്കാർ CPM ഒക്കെ പറയുന്നത്. ശരിക്കും ആരാണ് കള്ളപ്രചാരം നടത്തുന്നത്? ഉദ്ഘാടന വേദിയിൽ പോലും കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നത് 100% സത്യമാണ്. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും നിരവധിയായ കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് സത്യം. ആ സമയം പിൻനിരയിൽ നിന്ന് അത് അവിടെ നിന്ന് കണ്ടത് വെച്ചുകൂടിയാണ് ഞാനിത് പറയുന്നത്. മുഖ്യമന്ത്രി പങ്കെടുത്ത്, തമിഴ്നാട്ടിലെ മന്ത്രിമാർ പങ്കെടുത്ത് 5000 പേർക്ക് ഇരിക്കാവുന്ന ആ വലിയ പന്തലിൽ ഈ പറഞ്ഞതുപോലെയുള്ള തരത്തിൽ ആളുകൾ ഇരിക്കുകയാണ്. 4000-ൽ പരം ആളുകൾ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണേണ്ട എന്താണ്? നിങ്ങളെല്ലാം കേരളത്തിൽ പല ഭാഗത്തുനിന്ന് വരുന്നവരല്ലേ? നമ്മൾ എത്ര സൗകര്യപ്രദമായ ഒരു അമ്പലത്തിൽ പോകുന്നു, ഒരു പരിപാടി പോകുന്നു, ഒരു
കല്യാണത്തിന് പോകുന്നു, തിരിച്ച് നമ്മുടെ സൗകര്യം. അങ്ങനെ പോകാൻ പറ്റിയ ഇടമാണോ പമ്പ? വരുന്ന ഓരോ മനുഷ്യനും അവന്റെ വരവിനും പോക്കിനും 2 ദിവസം ചെലവഴിക്കേണ്ട സ്ഥലമാണത്. വരവിനും പോക്കിനെ സംബന്ധിച്ച് കൃത്യം ധാരണ നടത്തി ബസ്സിൽ എത്രയോ സാധാരണ മനുഷ്യർ വന്നു, ഏതൊക്കെ നാടുകളിൽ നിന്ന്. അവരിത് കഴിഞ്ഞ് തിരിച്ചു പോകണമെങ്കിൽ ആ ചിന്തയോടെ വരാൻ കഴിയൂ. ഉച്ച കഴിഞ്ഞ് അവർക്ക് പോകേണ്ടതായിട്ട് വരും. പിന്നീട് നടന്ന സെഷനുകളാണ്. ആ സെഷനുകളിൽ താല്പര്യമുള്ള, അത് നമ്പർ വെച്ചല്ലേ പറഞ്ഞത്, ഒരു മാധ്യമം കൊടുത്തതാണ്, പമ്പാ സംഗമത്തിൽ പങ്കെടുത്തത് 627 പേർ. എവിടെയാണ് കണക്ക് ശരിയാവുന്നത്? ഒരു സെഷനിൽ പങ്കെടുത്തത് 627 പേർ എന്ന് ദേവസ്വം മന്ത്രി പറയുമ്പോൾ അതിനെ ഒരു സംഗമത്തിൽ ആകെ പങ്കെടുത്തത് 627 പേർ എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത കേരളത്തിൽ മാധ്യമങ്ങളുണ്ട്. അതേ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പരിപാടി തീരും മുമ്പ് തന്നെ ഡെലിഗേഷന്റെ നമ്പർ വെച്ച് പറയുന്ന നിലയുണ്ടായി. എന്തുമാത്രം ചർച്ച ചെയ്തു. അത് ഞാനതാണ് പറഞ്ഞത്, അപകടകരമായ പന്തളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയും ഇവിടെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, അവിടെ വന്ന പല വീഡിയോകളും ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഇതിനു മുമ്പുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ 12:30 കഴിഞ്ഞു. സംഘാടകർ പറഞ്ഞു 11:30 അവസാനിപ്പിച്ച് സെഷനിലേക്ക് പോകും. ആ ഉദ്ഘാടന സമ്മേളനം തീരുന്ന 12:30 ആ 12:30 കഴിഞ്ഞ് അവിടെ ഇരുന്ന ആളുകൾ പലരും പിന്നെ ഒന്ന് കാണണം, യുക്തി വെച്ചിട്ടാണ് പറയുന്നത്. പമ്പ വരെ പോകുന്ന മനുഷ്യർ ശബരിമലയ്ക്ക് പോവില്ലേ? പോവുമോ? പമ്പ വരെ വന്നു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഇതിൽ നിന്ന് സമയം കണ്ടെത്തി പോകില്ലേ? നമ്മൾ യുക്തിസഹമായിട്ട് ആലോചിച്ചാൽ മതി. ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഉദ്ഘാടന വേദി, അതാണതിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ ചെയ്തതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കാഴ്ചപ്പാട് അവതരിപ്പിച്ച് അതിന്റെ മുഖ്യ പരിപാടിയായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ആ ഉദ്ഘാടന സെഷനിൽ 4000-ൽ പരം മനുഷ്യർ പങ്കെടുത്തിട്ട് അതിനെ ഏറ്റവും താല്പര്യക്കാർ മുമ്പ് പറഞ്ഞവർ ചെയ്യുന്നത് മനസ്സിലാക്കാം, ഓൺലൈൻ ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രീ MV നികേഷ് കുമാർ പറഞ്ഞതുപോലെ മസ്തകത്തിന് അടിക്കണം എങ്കിൽ മസ്തകത്തിന് തന്നെ അടിക്കണം, പക്ഷെ തിരിച്ചു കിട്ടരുത്. പറയുന്നത് വസ്തുതാപരമായി ചെയ്യാൻ. ഞാൻ ഒരു 100 ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞൊരു സാധാരണ പ്രവർത്തകൻ, ഓമനക്കുട്ടന്റെ മകളിൽ നിന്ന് ഡോക്ടറാണ്. അയാളെ എത്ര വേഗമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മോഷ്ടാവാക്കി ചിത്രീകരിച്ചത്? എത്ര പേര് മാപ്പ് പറഞ്ഞു? ഒന്നും തോന്നരുത്. മസ്തകത്തിന് അടിക്കുമ്പോ ഇങ്ങനെയാണോ അടിക്കേണ്ടത്? ശരത്, ആ ഓമനക്കുട്ടൻ മോഷ്ടാവല്ല എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമം ഏതാണ്? അല്ല, അങ്ങനെ PSC ഓമനക്കുട്ടൻ മോഷ്ടാവല്ലെന്നും ഓമനക്കുട്ടൻ പൈസ ഒന്നും കട്ടെടുത്തിട്ടില്ലെന്നും ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന മാധ്യമത്തിന്റെ പേര് ശരത്. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് ഏതാണെന്ന് ഞാൻ ചോദിച്ചു. അതിന് മുമ്പ് എന്താ കൊടുത്തത്? ഓമനക്കുട്ടനെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയെ സമീപിച്ച രീതി തെറ്റാണ്. സംശയമുണ്ടോ? ഞാൻ ഒരു മാധ്യമത്തിന്റെ പേര് പൊതുവായി കേരളത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട്. 2, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ PA കൈക്കൂലി വാങ്ങിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ? അങ്ങനെ ഒരു വലിയ വാർത്ത വന്നു. മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം ഇത് കളവായിരുന്നു എന്ന് കേരളത്തിൽ മാധ്യമം തന്നെ തെളിയിച്ചില്ലേ? തെളിവ് സഹിതം. അപ്പോ അടിക്കാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണോ അടിക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. കളവായി കാര്യങ്ങൾ പറയുക. പ്രളയമല്ല, വലിയ ദുരന്തം സംഭവിച്ച വയനാടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റിനെ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ചിത്രീകരിച്ചത്? പിന്നീട് മാപ്പ് പറയേണ്ടി വന്നോ? വസ്തുതാവിരുദ്ധമായി ആ അഫിഡവിറ്റിനെ സർക്കാർ അഭിഭാഷകരുമായി കൂടി അടക്കം ബന്ധപ്പെടുത്തി ഇങ്ങനൊരു അഫിഡവിറ്റ് കിട്ടിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ വസ്തുത, നിജസ്ഥിതി, നിങ്ങൾക്ക് എന്താണ്? അതല്ലേ മാധ്യമ രീതി. പകരം കയ്യിൽ കിട്ടിയത് വെച്ച് ഏറ്റവും കളവായ, ഏറ്റവും തെറ്റായ പ്രചാരണത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ പോകുമ്പോൾ അതിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അല്ല. എന്റെ കേസ് അതാണ്, മാധ്യമ സ്ഥാപനങ്ങളുടേതാണ്. മാധ്യമങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും വിധത്തിലേക്ക് നിരവധിയായ ഉദാഹരണങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. ഇങ്ങനെ സംഭവിക്കുന്നു കേരളത്തിൽ എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്ത മുഖ്യധാരാ മാധ്യമങ്ങൾ അതിൽ ഇങ്ങനൊരു നറേറ്റീവ് സൃഷ്ടിക്കാനാണ് വലിയ താല്പര്യം കാണിച്ചത്. അതിന്റെ യഥാർത്ഥ ക്രക്സ് എന്താണ്? നിങ്ങളിത് ചെയ്തോളൂ. പകരം അതിനോടൊപ്പം ഇത് പറയണ്ടേ, ഇവിടെ നടന്നതിന്റെ ഉദ്ദേശം ഇതാണ്, അല്ലാതെ ഇത് ഒരു സമുദായ നേതാവിനെ കൊണ്ടിരുത്താൻ വേണ്ടി നടത്തിയ പരിപാടി എന്ന നിലയിലുള്ള വിമർശനം പറയുമ്പോൾ തന്നെ ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇങ്ങനൊരു സാധ്യതയുണ്ട്. ഇത് ശബരിമലയെ സംബന്ധിച്ച് പിറ്റേ ദിവസം ഞാൻ ശ്രദ്ധിച്ചു, കേരളത്തിൽ ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട ലേഖകൻ രാവിലെ പങ്കെടുക്കുകയാണ്. ഒരു വരിയിൽ പോലും അതിനെ ആ പരിപാടിയെ ഒന്ന് പരിശോധിക്കാനോ നിരീക്ഷിക്കാനോ തയ്യാറായിട്ടില്ല. പകരം ഈ പറഞ്ഞ നറേറ്റീവ്, ഇപ്പോൾ NSS സഹകരിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കി ചിലപ്പോൾ ഒരു നിലപാട് മാറ്റിയേക്കും. അതെന്ത് പറച്ചില്ല? ഇങ്ങനത്തെ ഒരു മാധ്യമ രീതി കാണുമ്പോൾ ഉറപ്പായും ഇവരെന്താണ് ഈ പറയുന്നതെന്ന് നിശ്ചയമായി വിമർശിക്കണം. ഈ അപകടങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം. പക്ഷേ അതിൻ്റെ കൂടി സാധ്യതകളെ പറയാതിരിക്കരുത്. അതുപോലെ വികസനത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം? നമ്മളെയൊക്കെ ഏറ്റവും അഭിമാനകരമായി നമ്മുടെ ഒരു നാട്, നമ്മുടെ മാതൃഭൂമി എന്ന നിലയിൽ നമ്മൾ കാണുന്നല്ലേ കേരളം? ആ സ്ട്രൈക്ക് റേറ്റ് ഉള്ള കേരളത്തിലെ ഈ മാറ്റത്തെ എത്രമാത്രം അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? അത് പുകഴ്ത്താനും ഒന്നും വേണ്ടിയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ റിപ്പോർട്ടുകളിൽ വരേണ്ടത് ശക്തമായി വരുന്നില്ല. ഏകപക്ഷീയമാണ്, പക്ഷപാതപരമാണ് എന്ന വലിയ വിമർശനം ഉദാഹരണ സഹിതം ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ശക്തമായ വാദഗതികൾ ഉയർന്ന വിഷയങ്ങൾ
മാധ്യമങ്ങൾ ഒരു പരിഗണനയും ഒരു തരത്തിലും അവധി കൊടുത്ത് മാറ്റി നിർത്തിയിട്ടില്ല ഷാനി ഉദാഹരിച്ച വിഷയങ്ങൾ. പക്ഷേ അതോടൊപ്പം തന്നെ കാണേണ്ട വിഷയങ്ങളിൽ സൗകര്യപൂർവ്വം ഒഴിവാക്കി നിർത്തപ്പെടുന്ന ഒരു എഡിറ്റോറിയൽ പരിഗണന കേരളത്തിൽ പുരോഗമന വിരുദ്ധമായി, ഇടതുപക്ഷ വിരുദ്ധമായി കേരളത്തിൽ ഉണ്ട് എന്നുള്ളതിന് ഒരു ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. അത് തിരുത്താൻ കുറെ കൂടി ശരിയായ നിലയ്ക്ക് തിരുത്താൻ, അതൊരു ആനുകൂല്യമൊന്നുമല്ല, ശരിയായ നിലയിൽ ചെയ്യാൻ മാധ്യമങ്ങൾ കുറെ കൂടി സന്നദ്ധമാവേണ്ടതുണ്ടെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉദാഹരണ സഹിതം, ഞാൻ വെറുതെ പറഞ്ഞു പോയതല്ല, ഈ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലും യോജിക്കാൻ കഴിയുന്നതുമല്ല. ഒറ്റ കാര്യം, ഈ അയ്യപ്പ സംഗമം ഉണ്ടല്ലോ, സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിയായ രീതിയിലല്ല എന്ന് എനിക്കും അഭിപ്രായമുണ്ട്. പുരോഗമന വിരുദ്ധം എന്നാണ് ശരത്ത് ഉപയോഗിച്ച വാക്ക്. അതായത് ശബരിമലയിൽ യുവതീ പ്രവേശം ആകാം എന്ന നിലപാട് സർക്കാർ തിരുത്തി എന്ന് NSS അവകാശപ്പെടുകയാണ്. ഓക്കെ, കേരളത്തിലെ ഒരു CPM നേതാവും മുഖ്യമന്ത്രിയോ പാർട്ടിയോ സർക്കാരോ ആരും തിരുത്തിയിട്ടില്ല. NSS പറയുന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട്. ഓക്കെ, യുവതീ പ്രവേശ നിലപാട് ശരിയല്ല എന്ന് സർക്കാർ ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തി എന്ന് NSS അവകാശപ്പെടുകയാണ്. പുരോഗമനം ഏതായിരുന്നു കേരളത്തിന്റെ പുരോഗമനം? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഈ ഓമനക്കുട്ടൻ്റെ വിഷയത്തിൽ നോക്കൂ ഷാനി, കേരളത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം വളരെ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക. മാധ്യമ ലോകത്ത് നിന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചരടുവലി നടക്കുന്നത്. മലയാള മനോരമയാണ് അതിൻ്റെ ആണിക്കല്ല്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല. KM മാത്യുവിൻ്റെ 8ാമത്തെ മോതിരം എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. ഞാൻ ഈ ആത്മകഥ വായിച്ച് ഞാൻ KM മാത്യുവിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ വിഷന് വേണ്ടിയിട്ട്. അതിനകത്ത് മാമൻ മാപ്പിള എന്ന് പറയുന്ന മലയാള മനോരമയുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ, അതായത് മാമൻ മാപ്പിള ആ സ്ഥാപനം കൈമാറേണ്ട KM ചെറിയാനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായിരിക്കണം മലയാള മനോരമയുടെ ഭാവി രാഷ്ട്രീയമെന്ന്. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്, അത് സർവനാശത്തിനാണ് എന്ന് പറയുന്നുണ്ട്. അതും പോട്ടെ, KM മാത്യു എങ്ങനെയാണ് എഡിറ്റോറിയൽ വിഭാവനം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് ദോഷകരമാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഇതിനെതിരായിട്ടുള്ള എതിർപ്പ് ശക്തിപ്പെടുത്തണമെന്ന്. പുസ്തകത്തിലുള്ള വാചകങ്ങളാണല്ലോ, മാമൻ മാപ്പിള പറഞ്ഞതാണല്ലോ, KM ചെറിയാനോട് പങ്കുവെച്ചതാണല്ലോ, KM മാത്യു അത് സ്ഥിരീകരിച്ചതാണല്ലോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയ. ഞാൻ അതല്ല ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉണ്ടാകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ആണിക്കല്ലാണ് മലയാള മനോരമ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നോക്കൂ, നേരത്തെ ഓമനക്കുട്ടൻ്റെ കാര്യം പറഞ്ഞു. ശരിയായിരിക്കാം, ഷാനിയുടെ മനോരമ ന്യൂസ് എന്ന് പറയുന്ന മാധ്യമമായിരിക്കാം ഓമനക്കുട്ടൻ കുറ്റം ചെയ്തിട്ടില്ല, ഓമനക്കുട്ടൻ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി 20 ഉറുപ്പ്യ മേടിച്ചതാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ആ മാധ്യമങ്ങളുടെ വെമ്പലുണ്ടല്ലോ, ഒരു CPM-കാരനെ കിട്ടി 20 ഉറുപ്പ്യക്കാണെങ്കിൽ 20 ഉറുപ്പ്യക്ക് എന്ന് പറയുന്ന ആ വെമ്പൽ, ആ വെമ്പലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓമനക്കുട്ടനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ശരത്ത് ഇവിടെ പറഞ്ഞല്ലോ, ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ദുരന്തം എന്താ? വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി 2 വട്ടം പിരിച്ചു. 2 വട്ടം 138 ചലഞ്ച്, 139 ചലഞ്ച്. 1 ഉറുപ്പ്യ ട്രഷറിയിൽ വന്നോ? 1 ഉറുപ്പ്യ ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ദുരിതബാധിതരായിട്ടുള്ള ആർക്കെങ്കിലും കൊടുത്തോ? ഈ ഡിസംബറിൽ ടൗൺഷിപ്പ് വരാൻ പോവാണ് സംസ്ഥാന സർക്കാരിൻ്റെ. യൂത്ത് കോൺഗ്രസ് 6 ലക്ഷം ഉറുപ്പ്യ വെച്ചിട്ട് ഓരോ മണ്ഡലം കമ്മിറ്റിയോടും പിരിക്കാൻ പറഞ്ഞു. പിരിക്കാത്ത മണ്ഡലം കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ആകെ 7-8 മണ്ഡലം കമ്മിറ്റിയെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 131, 132 മണ്ഡലം കമ്മിറ്റികൾ 6 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. കിട്ടിയത് 80 ലക്ഷം രൂപ. അത് എവിടെ കൊടുത്തു? ഞങ്ങൾക്ക് കോൺഗ്രസിന് കൊടുക്കുമെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 138 കെ സുധാകരൻ, 138, 139 കെ സുധാകരൻ KPC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പോയി. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയപ്പം ഈ 80 ലക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു വ്യക്തതയില്ല. യൂത്ത് ലീഗിൻ്റെയും കാര്യം ഞാൻ പറയേണ്ടതില്ല. യൂത്ത് ലീഗ് പിരിച്ച പൈസ എത്രയാണെന്നുള്ള കാര്യം നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അത് ആപ്പിലുണ്ട്. ആ പൈസയൊന്നും ഗുണഭോക്താവിലെത്തില്ല എന്ന് ഉറപ്പാണ്. ഒരു തോട്ടം ഉടമക്ക് അത് പങ്കുവെക്കുന്നതിലൂടെ ആ പൈസ ആരിലേക്കായിരിക്കും തിരിച്ചു വന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക്. DYFI-കാരൻ 100 വീടിനാണ് പണം കൊടുത്തത്. 100 വീടിന്. CPM-കാരൻ QR കോഡും കൊണ്ട് ഓരോ വീട്ടിലും സഞ്ചരിച്ചു. എന്നിട്ട് ആ QR കോഡ് വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തു. ഞാൻ പറയുന്നത് ഇതൊരു ക്യാരക്ടറാണ്.
ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ക്യാരക്ടറാണ്. ഇപ്പുറത്ത് ലീഗും കോൺഗ്രസും യൂത്ത് ലീഗും പിരിച്ച പണം ഒരൊറ്റ പൈസ ഗുണഭോക്താവിൽ എത്തുന്നില്ല, ട്രഷറിയിൽ എത്തുന്നില്ല. ഇപ്പുറത്ത് ട്രഷറിയിലും എത്തി, ഗുണഭോക്താവിലും എത്തി എന്നുള്ളതാണ്. ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? പോട്ടെ, പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തനം ചോദിച്ചോ നിങ്ങൾക്ക് 138, 139 ചലഞ്ചിലൂടെ കിട്ടിയ പണം എത്ര? അത്രമാത്രം പറഞ്ഞാൽ മതി. അതിന്റെ തുകയൊന്നും പറയാം, അത് വിനിയോഗിക്കുകയോ ഇല്ലയോ എന്നൊന്നും പറയണ്ട. എത്ര പണം കിട്ടിയെന്ന് ചോദിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ ഒത്തുകളിയല്ലേ എത്ര കിട്ടി എന്നുള്ളത്? അപ്പോൾ 20 റുപ്യ പിരിച്ചു എന്ന് പറയുന്ന ഓമനക്കുട്ടന്റെ കാര്യത്തിനകത്ത് ജാഗ്രത, അതേസമയം കോടികൾ പുട്ടിടിക്കുന്ന ഇപ്പുറത്ത് അലംഭാവം. അതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയൊന്നും മാധ്യമ പ്രവർത്തനത്തിന് വിമർശിക്കണം എന്ന് വിചാരിച്ച ആളല്ല, മനോരമയും വിമർശിക്കണം എന്നാണ്. പക്ഷേ ഇങ്ങോട്ടൊക്കെ കൊണ്ടുതരുമ്പോൾ പിന്നെ അങ്ങോട്ടും കൊടുക്കണമല്ലോ. രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അയ്യപ്പ സംഗമത്തിനെ കുറിച്ചും ഷാനി പറഞ്ഞു. അയ്യപ്പ സംഗമം എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? 3 അജണ്ടയാണ്, 3 സമിറ്റാണ് അയ്യപ്പ സംഗമത്തിൽ നടന്നിട്ടുള്ളത്. അതിലൊന്നും വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ശബരിമല എന്ന് പറയുന്നത് മധുരയുടെയും തിരുപ്പതിയുടെയും മോഡലിൽ, അതായത് മാതൃകയിൽ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കുക എന്നുള്ള നിലയിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ തീരുന്നില്ല. നോക്കൂ, ഇവിടെ ഷാനി ചോദിച്ച വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ എങ്ങനെയാ തിരുത്തി എന്ന് സുകുമാരൻ നായർ പറഞ്ഞു എന്നാണ്. സുകുമാരൻ നായരുടെ ഇന്റർവ്യൂകൾ ഞാൻ പറഞ്ഞിട്ടില്ല, NSS വൈസ് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. ആയിക്കോട്ടെ, അതെനിക്കറിയില്ല. സുകുമാരൻ നായരാണല്ലോ NSSന്റെ മുഖം. NSSന്റെ മുഖമായിട്ടുള്ള സുകുമാരൻ നായർ പറയുന്നത് ഇപ്പോ ഗവൺമെന്റിന് വേണമെങ്കിൽ യുവതീ പ്രവേശം സാധ്യമാകുമായിരുന്നു, പക്ഷേ യുവതികളെ കയറ്റുന്നില്ല എന്നാണ്. എങ്ങനെയാ ഗവൺമെന്റിനെ സംബന്ധിച്ച്? ഗവൺമെന്റാണോ അങ്ങോട്ട് കയറ്റിയത്? അല്ല. 2, ഇപ്പൊ യുവതികളെ കയറ്റാൻ കഴിയില്ല അവിടെ. എന്തുകൊണ്ടാ? ശബരിമല വിധി, 5 അംഗ ബെഞ്ചിന്റെ വിധിയുണ്ട്. അന്ന് രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഈ വിധി പുറപ്പെടുവിച്ചതിന് ശേഷം പിന്നീട് കേരളത്തിലും രാജ്യവ്യാപകമായും ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 5 അംഗ ബെഞ്ചിൽ നിന്ന് 7 അംഗ ബെഞ്ചിലേക്ക് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്ക് സുപ്രീം കോടതി പോകുന്ന സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റിനും 5 അംഗ ബെഞ്ചിന്റെ വിധി നടപ്പാക്കാൻ സാധിക്കില്ല. എനിക്കറിയില്ല ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന്. ഗവൺമെന്റ് ഇതിനകം പറഞ്ഞതായി ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സുപ്രീം കോടതി ഇനി ചോദിക്കുന്ന സമയത്ത് അഫിഡവിറ്റ് കൊടുക്കുമെന്നാണ്. ആ അഫിഡവിറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ NSSന്റെ വൈസ് പ്രസിഡന്റിനെ കോട്ട് ചെയ്തിട്ട് സർക്കാർ തിരുത്തി എന്നുള്ള നിലപാടെടുക്കേണ്ട കാര്യം തിരിക്കുന്നു. നമ്മൾ എന്തിനാണ് ആ നിലയിലൊരു അസ്വസ്ഥത ഇവിടെ ഉണ്ടാക്കുന്നത്? അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരവുണ്ട്. BJPയുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള എന്ന ആൾ പറഞ്ഞത് ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നാണ്. എന്തിനാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി? ഈ കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് BJP നോക്കി നടക്കുന്നത്. അവിടെയാണ് നമ്മൾ പോയിട്ട് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കേണ്ടത്, കേരളം വളം വെച്ചു കൊടുക്കേണ്ടത്. ഞങ്ങൾ ഈ പറയുന്ന സ്ത്രീ പ്രവേശം നടത്തില്ല, കോടതി അന്തിമമായ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അക്കാര്യത്തിൽ ക്ഷമാപൂർവം കാര്യങ്ങൾ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമില്ല. അതിനു വേണ്ടിയിട്ടല്ല അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. അതിന് മറുപടി പറയണമല്ലോ. അതായത് ഞാൻ 2.5 വർഷം, കരിയറിൻ്റെ തുടക്കത്തിൽ 2.5 വർഷം ജോലി ചെയ്തത് ഇന്ത്യ വിഷനിലാണ്. നമ്മളെ അന്ന് സാർ പിണറായി വിജയൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചുകൊണ്ടിരുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ്. CPMനെ തകർക്കാൻ വേണ്ടി VS പക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കുൽസിത ബുദ്ധിയുള്ള സ്ഥാപനം എന്നാണ്, ഗൂഢാലോചന നടത്തുന്ന പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നാണ് ഇന്ത്യ വിഷനെ അന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? നമ്മളന്ന് അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിരുന്നോ? മാധ്യമ സിൻഡിക്കേറ്റ് ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നത് നമ്മളെയാണ്. ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നത് ആ മാധ്യമ പ്രവർത്തകരുടെ പേരടക്കം നമ്മുടെ സീനിയർ. ഞാൻ ചോദിക്കുന്നത് വേണ്ട, നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് സിൻഡിക്കേറ്റ് എന്ന പ്രയോഗം പിണറായി വിജയൻ നടത്തിയിരുന്നു. ആ മാധ്യമ സിൻഡിക്കേറ്റിൽ ആര് എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല. പിണറായി വിജയന്റെ അന്നത്തെ രാഷ്ട്രീയമായ ബോധ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്നുള്ളതായിരുന്നു. ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കാര്യത്തിൽ ഈ കൂട്ടത്തിൽ ഇന്ത്യ വിഷനെ കുറിച്ച് അന്ന് CPMന്റെ നിലപാട് എന്തായിരുന്നു? പിണറായി വിജയൻ ഇന്ത്യ വിഷൻ അടക്കമുള്ള മാധ്യമങ്ങളെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും ഇന്ത്യ വിഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ത്യ വിഷൻ ചെയ്തു. അതുപോലെ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രതികരണം ആ നിലയിൽ വന്നിട്ടുണ്ടാവും. അതിനകത്ത് തർക്കമൊന്നുമില്ല. അല്ല, സൗഹൃദാന്തരീക്ഷത്തിലൊന്നും ആയിരുന്നില്ല ഇന്ത്യ വിഷനും പിണറായി വിജയനും എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള കാര്യങ്ങൾ വെച്ച് എനിക്ക് പറയാനും കഴിയും.
അതാണോ ഷാനി ഇപ്പൊ നടക്കുന്നത്? അതാണോ ഇപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ നടക്കുന്നത്? ഞാൻ നോക്കൂ, നിങ്ങൾക്ക് ഷാജൻ സ്കറിയ ആരാണ്? ഷാജൻ സ്കറിയ എന്ന് പറയുന്നത് ഒരു ക്രിസംഗി സ്വഭാവമുള്ള ആളാണ് അല്ലേ? ഈ ക്രിസംഗി സ്വഭാവമുള്ള ആൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം അല്ലെങ്കിൽ മീഡിയ വണ്ണിനും മലയാള മനോരമയ്ക്കും ഒരു വേദിയിൽ എങ്ങനെ നിൽക്കാൻ പറ്റുന്നു? എങ്ങനെ നിൽക്കാൻ പറ്റുന്നു? ഒരേ രാഷ്ട്രീയം എങ്ങനെ പറയാൻ കഴിയുന്നു? അവരുടെ എല്ലാം ശത്രു, പൊതുശത്രു പിണറായി വിജയൻ ആകുന്നത് എങ്ങനെ? CPIM ആകുന്നത് എങ്ങനെ? ഇടതുപക്ഷം ആകുന്നത് എങ്ങനെ? നാളെ ഇവിടെ ഇടതുപക്ഷം ഇല്ലാതായാൽ മാത്രമേ ഇവർക്കെല്ലാം തന്നെയും പരസ്പരം ഏറ്റുമുട്ടി വളരാൻ സാധിക്കുള്ളൂ. ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഇന്ന് ഇടതുപക്ഷം, അതാണ് നേരത്തെ ബംഗാളിന്റെ ഉദാഹരണം പറഞ്ഞത്. അവിടെ ഇടതുപക്ഷം ഇല്ലാതാകുന്ന ഒരു ഘട്ടം വരുമ്പോഴേക്കും ഇവർക്ക് പരസ്പരം ഏറ്റുമുട്ടാം. 4ഉം 5ഉം കേന്ദ്രീകൃത വർഗീയ കലാപമാണ്, വികേന്ദ്രീകൃത വർഗീയ കലാപങ്ങൾ വേറെ. അപ്പൊ ആ നിലയിലൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള രീതിയിൽ മാധ്യമങ്ങളെല്ലാം തന്നെയും CPM-നെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ വിമർശനം ഉണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നെ മലയാള മനോരമയുടെയും ഇന്ത്യ വിഷനെയും താരതമ്യം ചെയ്യല്ലേ? മലയാള മനോരമ, എനിക്ക് ആ പുസ്തകം വന്നാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വളരെ വ്യക്തതയോടുകൂടി ആരാ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ സ്ഥാപകൻ, അതിന് പിന്നീട് പത്രം ഏൽപ്പിച്ച ആള്, പിന്നീട് പത്രം മുന്നോട്ട് കൊണ്ടുപോയി പ്രൊഫഷണലായി ആ പത്രത്തെ നയിച്ച ആള്, വളരെ വ്യക്തതയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പറഞ്ഞതല്ല, എഴുതി വെച്ചിരിക്കുകയാണ്. സുചിന്തിതമായ അഭിപ്രായം എന്നാണ് ശ്രീ KM മാത്യു 8ാമത്തെ മോതിരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദമാക്കുന്നത്. ഇന്ത്യ വിഷനിൽ ഒരു CPM-ന്റെ വിഭാഗീയ കാലഘട്ടത്തിൽ ആ വിഭാഗീയത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നേതൃത്വം സ്വാഭാവികമായും വിമർശിക്കുന്ന പോലെയാണോ ഈ രണ്ട് കാര്യങ്ങൾ?